ഹലോ ഗൈസ്, നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ അക്കോ വേഴ്സസ് ഇൻഫിനിൻ്റെ പാക്ക് ഓപ്പണിങ്ങുമായിട്ടാണ്. മൂന്നാമത്തെ പാർട്ടാണ്. ബട്ട് ഇന്ന് ഗൈസ് നമ്മളെ ബെയിൽ വന്നിട്ടുണ്ട്. ബെയിലുണ്ട്, നമ്മളെ റിവാൾഡോ ഉണ്ട്, ഓക്കെ, കഫു ഉണ്ട്. ആൻഡ് നമുക്കാരെല്ലാം കിട്ടുമോ നോക്കാം. കാരണം കഴിഞ്ഞ വീക്കിൽ നമുക്ക് 106 മേളിൽ ആരെയും കിട്ടിയില്ല ഗൈസ്. 106 തന്നെ കിട്ടിയ സംശയമാണ്. ഓക്കെ, ഇപ്രാവശ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്തായാലും 3 അക്കൗണ്ടിൽ ഓപ്പണിങ് ആയിരിക്കും. ഓക്കെ, ബ്രസീൽ റൈറ്റ് ബാക്ക്. ഗൈസ് സെൻട്രം മിഡ് എനിക്കറിയാം, മറ്റേ പുള്ളി 104 ആണ്, ഡഗ്ലസ് അഗോസ്റ്റോ. ഓക്കെ, നമുക്കിനി എന്തായാലും നമ്മളെ അൺലിമിറ്റഡ് ബണ്ടിൽ, അൺലിമിറ്റഡ് പാക്ക് ഓപ്പൺ ചെയ്യാം. 2 ഓപ്പൺ ചെയ്യാം ഗൈസ്. മെയിൻ അക്കൗണ്ടിൽ അങ്ങനെ പാക്കുകൾ ജമ്മ് തീർത്തിട്ട് ഗൈസ് നമുക്ക് ഡെയിലി 3K ജമ്മ് ഓപ്പൺ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ്. ഓക്കെ, നമ്മളെ സെക്കൻഡ് അക്കൗണ്ടിലൊക്കെ ഇഷ്ടംപോലെ ജമ്മ് കിടപ്പുണ്ട്. നമുക്ക് നോക്കാം ആരായിരിക്കും ഗൈസ്. ഓസ്ട്രിയ ക്യാം ഡബ്ല്യു ആണ് ഗൈസ്. ഡബ്ല്യു 104 പ്ലെയറാണ് ഗൈസ്. കുഴപ്പമില്ല, എന്തായാലും 10 ഷാർട്ടാണ് ഇതിനകത്ത്. എന്തായാലും 10 ഷാർട്ട് കൺഫേം ആണ്. എന്നാലും ഒരു 105 തന്നെ ഗൈസ് 30 ഷാർട്ടാക്കായിരുന്നു. ഇതിലൊരു 106 എന്തെങ്കിലും കനിവ് തോന്നി തന്നാൽ മതിയായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ആരെ കിട്ടിയെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നോക്കാം. മൊറോക്കോ സ്ട്രൈക്ക് റൈസ് 102 പ്ലെയറാണ്, ഉറപ്പാണ്. കുറേ പാക്ക് ഓപ്പണിങ് വീഡിയോ ഒന്ന് കണ്ടായിരുന്നു. ഓക്കെ, നമുക്കിനി എന്തായാലും കോയിൻ്റെ കുറച്ച് എക്സ്ചേഞ്ച് നടത്താം ഗൈസ്. നമ്മുടെ അടുത്ത് അത്യാവശ്യം കോയിൻസൊക്കെ ഉണ്ട്. ഒരു 400 കോയിനൊക്കെ പൊട്ടിക്കാം. 400 മില്യൺ കോയിൻ പൊട്ടിക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അർജൻറ്റീന റൈറ്റ് ബാക്ക്. സനീട്ടി വന്നില്ലല്ലോ. ഓക്കെ, 102 വരെയാണ്. വീരാനരിയും. ഓക്കെ, നമുക്കിതെന്തായാലും ഒരു 4 ഓപ്പൺ ചെയ്യാം. ഇനിയും 3 കൂടി ഓപ്പൺ ചെയ്യാം. സനേട്ടി ഫസ്റ്റ് വീക്കിൽ വന്നായിരുന്നു 106 മൾഡീനിയും സനേട്ടിയും. ബട്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീക്കിൽ മേ ബി സനേട്ടിയും മൾഡീനിയും 109 കാർഡ് വരുമെന്നാണ്. നോക്കാം എന്തായാലും. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും കിട്ടുമോ? അപ്പം മറ്റേ ഇതുപോലും ഇല്ല, വോക്കൗട്ടില്ല. എനിക്ക് എന്തുകൊണ്ടും ഇത് വർത്താണ്. കാരണം നമ്മളിപ്പം മറ്റേത് ഓപ്പൺ ചെയ്തിട്ട് ഒരു 104 പ്ലെയറെ കിട്ടുന്നെങ്കിൽ 10 ഷാർട്ട് കിട്ടത്തുള്ളൂ. അതേ സമയത്ത് ഇത് ഒരു 4 ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു 20 ഷാർട്ടിന് മുകളിലൊക്കെ സുഖമായിട്ട് കിട്ടും ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും നോക്കാം. 80 മില്യൻ്റെ ആണ്. ഒരു 2-3 ഓപ്പൺ ചെയ്യാം. അടുത്ത വീക്കിലോട്ടും കൂടി നമ്മൾ കോയിൻ വേണം. ആവശ്യത്തിന് കോയിനേ ഉള്ളൂ. ഓക്കെ, ഇത് മറ്റേ 104 തന്നെ പ്ലെയറാണ്. കാര്യമായിട്ട് ലക്കൊന്നുമില്ല ഗൈസ്. നമുക്കെന്തായാലും നോക്കാം. കാര്യമായിട്ട് ലക്കൊന്നുമില്ല. എന്തായാലും ആരെങ്കിലും കിട്ടാതിരിക്കത്തില്ല. ഓക്കെ, ഡെൻമാർക്കാണ് സെൻട്രൽ മിഡ്. എഗെയിൻ ഈസ് ഡബ്ല്യു ക്ലബ്ബ് 104 സ്റ്റേജാണ് ഈസ്. അതിൽ വെറൈറ്റി പേരുകളുണ്ട്. ബട്ട് 104 പ്ലെയർ തന്നെ. നമുക്ക് ആക്ച്വലി നല്ലൊരു പ്ലെയറിനെ കിട്ടിയാൽ അത് നല്ലതായിരിക്കും. എഗെയിൻ ഡെൻമാർക്കാണ് ഈസ്. മറ്റേ പുള്ളി തന്നെ ഡബ്ല്യു ക്ലബിലെ സ്റ്റേജ്. ഞാൻ ഈസ് നമുക്ക് ലീഗ് റിവാർഡ് ക്ലെയിം ചെയ്യാണ്ട് 104 to 109. ഇതിനകത്ത് എന്തെങ്കിലും കുറച്ചുകൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നോക്കാം. ഇതിന് നമുക്ക് സെക്കൻഡ് അക്കൗണ്ടിലോട്ട് പോകാനുള്ളതാണ്. ഓക്കെ, ജർമ്മനി CDM. ഇത് എന്തായാലും കിമ്മിച്ചല്ല, 106 പൗളോവിച്ചാണ്. അത് ഗൈസ് പൗളോവിച്ചാണ്. കാരണം കിമ്മിച്ചിനെ ഞാൻ കണ്ടില്ല. ഓക്കെ, നമുക്കെന്തായാലും നമ്മൾ സെക്കൻഡ് അക്കൗണ്ടിലെ ലീഗിലും അത്യാവശ്യം നല്ല റിവാർഡ്സ് കിടക്കുന്നുണ്ട്. നമുക്കത് ക്ലെയിം ചെയ്യാം. എന്നിട്ട് എത്ര ജമ്മായി നോക്കാം ടോട്ടൽ. ഓക്കെ, വോക്കൗട്ട് ഉണ്ടല്ലോ, പാക്ക് ഉണ്ടല്ലേ. ഓക്കെ, US സ്ട്രൈക്കർ PSC. അതാരാണ്? 103 പെപ്പിയാണ്. 3200 ജമ്മും കിട്ടിയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, 15,000 ജമ്മാണ് ഈസ് ഉള്ളത് നമ്മുടെ അടുത്ത്. അത്യാവശ്യം നല്ല രീതിക്ക് കുറേ ജംസ് വെച്ച് കറക്കാനുള്ളതുണ്ട്. ഏകദേശം ഒരു 6 ഇല്ല. ഓക്കെ, 5 അൺലിമിറ്റഡ് ബണ്ടിലൊക്കെ തുറക്കാനുള്ള ജമ്മുണ്ട്. ഓക്കെ, ഇതിനകത്ത് ആദ്യമായിട്ടാണ് ഇത്രയും ജംസ് ആക്കുന്നത്. മേ ബി നമുക്ക് കൂട്ടി വെച്ചിട്ട് ഒരുമിച്ച് ആക്കായിരുന്നു. ബട്ട് കൂട്ടി വെച്ചിട്ടൊന്നും കാര്യമില്ല ഗൈസ്. ഓക്കെ, ജപ്പാൻ CM. ഇത് മറ്റേ ഹറ്റാക്കിയോ
ഹറ്റാറ്റെ എന്നാണ് ഉള്ളവർ. ഓക്കെ, നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഇതുവരെ ആരെയും കിട്ടിയിട്ടില്ല. ഓക്കെ, കഫൂനെ ഇങ്ങതാ ഗൈസ്. നമുക്ക് റൈറ്റ് ബാക്കിൻ്റെ ആവശ്യം നല്ല രീതിക്കുണ്ട്. ഞാൻ ഇതിനകത്ത് നിന്നൊരു റൈറ്റ് ബാക്കിനെ എടുക്കണമെന്ന് വെച്ചായിരുന്നു. മേ ബി കഫൂനെ എടുക്കും ഞാൻ. അർജൻറ്റീന റൈറ്റ് ബാക്ക് ഇത് മറ്റേ പുള്ളി വരയോ അങ്ങനെ എന്തോ ആണ്, വര. ഇനിയുണ്ട് ഈ 4 ബാക്ക് ഓപ്പൺ ചെയ്യാനുള്ള ജെമ്മുണ്ട്. ഇതിനകത്ത് എന്തായാലും കൂട്ടി വെക്കുന്നൊന്നുമില്ല. ഇതൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പോയിട്ട് എക്സ്ചേഞ്ച് അടിക്കണം. ഓക്കെ, കേസ് ഇത് അഗെയിൻ കേസ് മറ്റേ പുള്ളി വീര പുള്ളി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് കേസ്. നമുക്ക് ഒറ്റ ലക്ക് പോലും തരുന്നില്ല. സെക്കൻഡ് അക്കൗണ്ടാണ് ഒരു ആളെങ്കിലും ഇങ്ങനെയൊന്നും ഒരാളോട് ചെയ്യരുത്. ആകെ കിട്ടിയത് 106 പൗളോവിച്ചിനെയാണ് ഇത്രയും ജമ്മു പൊട്ടിച്ചിട്ട്. ഓക്കെ, മറ്റേ പുള്ളി തന്നെ വീര. സോ ഇനി 2 പാക്ക് കൂടി ഓപ്പൺ ചെയ്യാം. നമുക്ക് നോക്കാം ആരായിരിക്കും കേസ് കിട്ടുന്നതെന്ന്. ഇനി എന്തായാലും പ്രതീക്ഷകളൊന്നും വെക്കുന്നില്ല. ഓക്കെ, മൊറോക്കോ സ്ട്രൈക്കർ റേഞ്ചേഴ്സ് എന്നാണ് മറ്റേ പുള്ളി അല്ലേ. ഓക്കെ, ലാസ്റ്റ് പാക്ക് കൂടി ഓപ്പൺ ചെയ്യാം കേസ്. നമ്മൾ സെക്കൻഡ് അക്കൗണ്ടിലെ ലാസ്റ്റ് പാക്കാണ്. ഇതിന് തേർഡ് അക്കൗണ്ടിലോട്ട് പോവും. ഓക്കെ, ഇനിയിപ്പോൾ സെക്കൻഡ് അക്കൗണ്ടിൽ കുറച്ച് ഷാർട്സ് ആക്കിയിട്ട് കേസ് ഞാനൊരു പുതിയ സംഭവം റെഡിയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആവുമെന്ന് അറിയത്തില്ല, എന്തായാലും നോക്കണം. ഓക്കെ, ഇതുവരെ ഇറാനാണ്, അറിയത്തില്ല. 102 ആയിരിക്കും. 102ൻ്റെ പ്ലെയർ തന്നെയാണ്. ഓക്കെ, വെറൈറ്റിക്ക് തന്നെ കേട്ടോ. ഓക്കെ, നമുക്കെന്തായാലും നമ്മൾ 3K ജെം ഓപ്പൺ ചെയ്തുകൊണ്ട് തുടങ്ങാം. ഒരു 3 ബാക്ക് കൂടി ഓപ്പൺ ചെയ്യാനുള്ള ജെം ഉണ്ടാവും. അത്യാവശ്യം നമ്മളെ മറ്റേ ചാമ്പ്യൻ പാക്ക് ഓപ്പൺ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സെക്കൻഡ് അക്കൗണ്ടിൽ. പക്ഷേ ചാമ്പ്യൻ പാക്കൊക്കെ പോയി. പിന്നെ മറ്റേ 2000 ജെമ്മിൻ്റെ ആ പാക്കും പോയി. ഓക്കെ, 105ൻ്റെ പ്ലെയറാണ് മാൻസീനി. ഇതിനകത്തൊരു സെൻറ്റർ ബാക്കിൻ്റെ ആവശ്യമുണ്ട് എന്തായാലും. ആൻഡ് നമുക്ക് നോക്കാം. ഇനിയും ഒരു 3 പാക്കുകൾ ഓപ്പൺ ചെയ്യാം. കറൻ്റ്ലി മെയിൻ അക്കൗണ്ടിൽ ഏകദേശം 1300 ഷാർഡാണ് ഉള്ളത്. നിങ്ങളെ ഷാർട്സ് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അഗെയിൻ കേസ് നമ്മളെ മറ്റേ വീര അങ്ങനെ വേണമെങ്കിലും പറയാം. പുള്ളീൻ്റെ പേര് തന്നെയാണ് കൂടുതൽ സമയം ഈ വീഡിയോ പറയുന്നത് മിക്കവാറും. ലാസ്റ്റ് പാക്കാന്ന് തോന്നുന്നു. ലാസ്റ്റ് പാക്കല്ലേ? ഓക്കെ, സ്വീഡൻ വെറൈറ്റി ഫ്ലാഗൊക്കെ തരുന്നുണ്ട്. ഇങ്ങനെ വെറൈറ്റിയുടെ ബ്രസീലിൻ്റെ ഫ്ലാഗ് തന്നൂടെ റൈറ്റ് ബാക്ക്. ഓക്കെ, ഇനി ലാസ്റ്റ് പാക്ക്. എല്ലാ പ്രതീക്ഷയും ഈ പാക്കിലാണ്. എന്തെങ്കിലും നല്ലൊരു ബെയിലിനെ തരണമെന്ന് പറയുന്നില്ല, എന്തെങ്കിലും ഒക്കെ താ. മൊറോക്കോ മറ്റേ പുള്ളി സ്ട്രൈക്കർ. സങ്കടമൊന്നുമില്ല.